ഇപ്പോൾ മുണ്ടക്കയിൽ നിന്ന് സന്തോഷ് ചേരുന്നു. സന്തോഷ, തിരച്ചിലിൻ്റെ നടപടികൾ 11 മണിയോടുകൂടി അവസാനിപ്പിച്ചു. അതിനുശേഷം ദുർഗന്ധമുണ്ടായ ചില ഭാഗങ്ങളിൽ വീണ്ടും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ തുടരുന്നുവെന്നാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദുർഗന്ധം ഉണ്ടായ ഭാഗത്ത് ഒന്നും കണ്ടെത്താനായില്ല. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പുഞ്ചിരിമട്ടം, അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ജനകീയ തിരച്ചിൽ, ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഈ രൂക്ഷഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് മുണ്ടക്കൈയിലെ 2 സ്ഥലങ്ങൾ തിരച്ചിൽ നടത്തിയത്. അവിടെ സന്നദ്ധ പ്രവർത്തകർ ഈ ജനകീയ തിരച്ചിൽ നടത്തുന്ന സമയത്ത് രൂക്ഷഗന്ധം ഉണ്ടാവുകയും ദുർഗന്ധം ഉണ്ടാവുകയും തുടർന്ന് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് കടാവർ നായ്ക്കൾ എത്തി നടത്തിയ പരിശോധനയിലും അവിടെ ഈ ഗന്ധം സ്ഥിരീകരിക്കുകയും നായ്ക്കൾ അവിടെ അല്പസമയം മണം പിടിക്കുകയും ചെയ്തു. തുടർന്നാണ് അവിടെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് പരിശോധന ആരംഭിച്ചത്. 2 സ്ഥലത്തും ആഴത്തിൽ മണ്ണുമാന്തി എല്ലാം നീക്കി, അതായത് മുകൾത്തട്ടിലുള്ള കോൺക്രീറ്റ് പാളികളും പിന്നീട് വലിയ കല്ലുകളും മരങ്ങളും എല്ലാം നീക്കി വളരെ ആഴത്തിൽ പരിശോധന നടത്തി. എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനെ തുടർന്ന് ഇപ്പോൾ ഈ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇന്നത്തെ തിരച്ചിൽ നിർത്തണം എന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി 11 മണിയോടുകൂടി തിരച്ചിൽ നിർത്തണം എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അറിയിപ്പ്. എന്നാൽ ഈ ദുർഗന്ധമുണ്ടായ സ്ഥലത്ത് അത് സ്ഥിരീകരിക്കുന്നത് വരെ, ആഴത്തിൽ പരിശോധന തീരുന്നത് വരെ തിരച്ചിൽ തുടരുകയായിരുന്നു. ഏതായാലും അതും നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ആ തിരച്ചിലും ഇപ്പോൾ നിർത്തുന്നത്. ഈ തിരച്ചിൽ ഇനി അധിക സമയം നീണ്ടു നിൽക്കില്ല എന്നാണോ? തിരച്ചിൽ നിർത്തിയെന്നാണോ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ? ഇപ്പോൾ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരെല്ലാം അവിടെ നിന്നും മാറണം എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ അതിന്റെ ആ മണ്ണ് ഒരു ഭാഗത്തുകൂടി അല്പം നീക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അത് നീക്കി ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കും. ആ ഭാഗവും കൂടി പൂർത്തിയാക്കി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. താൽക്കാലികമായി ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ പ്രവർത്തനം നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ജനകീയ തിരച്ചിൽ പുനരാരംഭിക്കും. നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയതിനു ശേഷം കൂടുതൽ വിപുലമായ രീതിയിൽ തന്നെ ഈ ഒരു തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രിമാർ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകളെ, തദ്ദേശവാസികളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള തിരച്ചിൽ ഞായറാഴ്ച വീണ്ടും പുനരാരംഭിക്കും. ഷമി. സന്തോഷാണ് മുണ്ടക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനകീയ തിരച്ചിലാണ് മുണ്ടക്കയിൽ നടന്നത്. 11 മണിവരെ അവിടെ വലിയ തോതിലുള്ള തിരച്ചിൽ നടന്നു. നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് അവിടുത്തെ തിരച്ചിൽ അവസാനിപ്പിക്കണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുള്ളത്. അവിടെ ചില ഭാഗങ്ങളിൽ ദുർഗന്ധം അനുഭവപ്പെട്ടു. അവിടം കേന്ദ്രീകരിച്ചുള്ള മണ്ണുമാറ്റിയുള്ള പരിശോധനയാണ് ഇതുവരെ തുടർന്നത്. അതും അവസാനിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സന്നദ്ധ പ്രവർത്തകർ മുണ്ടക്കയിൽ നിന്ന് മടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ സന്തോഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ദുർഗന്ധമുണ്ടായ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മനുഷ്യ ശരീരഭാഗങ്ങളാണോ അതോ മറ്റ് മൃഗങ്ങളുടെ വല്ലവും ശരീരഭാഗങ്ങളാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്നത്തെ പരിശോധന അവിടെ അവസാനിപ്പിച്ച് നാട്ടുകാർ മടങ്ങിയെന്നാണ് ഇതുവരെ സന്തോഷ് നൽകുന്ന വിവരം.